നാട് കണ്ട മഹാദുരന്തത്തിന്റെ മുന്നിൽ മൃതശരീരം കാണിച്ച് ജനങ്ങളിൽ നിന്ന് പിരിച്ച പണം അങ്ങനെ മോഷ്ടിക്കുന്നത് നാടിന് നാണക്കേടാണ്. അതിന്റെ കണക്ക് പറയണം. എത്ര പണം കിട്ടി, ഏത് അക്കൗണ്ടിൽ, പറഞ്ഞത് കളവ് എന്ന് വ്യക്തമായിട്ടുണ്ട്. അതിന് മറുപടി കോൺഗ്രസ് നേതൃത്വം പറയണം. വയനാട് ദുരന്തബാധിതർക്കായി കോൺഗ്രസ് പിരിച്ച പണം എവിടെ? ഈ ചോദ്യം ഇപ്പോൾ കേരളത്തിൽ മുഴങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്, ചർച്ചയാകാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രമുഖ മാധ്യമങ്ങളെല്ലാം അത് മാറ്റിവെക്കുന്നുണ്ട്, വാർത്ത നൽകുന്നില്ല. പക്ഷെ ചോദ്യം ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രിയാണ് ആ ചോദ്യം ആദ്യം ഉയർത്തിയത്. ഇപ്പോഴിതാ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജും അതേ ചോദ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എവിടെ വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി പിരിച്ച പണം? ഏത് ബാങ്കിലാണ് പണം നിക്ഷേപിച്ചിരിക്കുന്നത്? എത്ര പണമാണ് പിരിച്ചത്? അതുമാത്രം ലോകത്തോട് പറഞ്ഞാൽ മതി, കേരളത്തോട് പറഞ്ഞാൽ മതി. അത് പറയാതെ ഒളിച്ചു കളിക്കുകയാണ് KPCC നേതൃത്വം ചെയ്യുന്നത്. വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി പിരിച്ച പണം പുട്ടടിച്ച് തീർത്തുവോ എന്ന ചോദ്യം പോലും ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. M സ്വരാജ് എറണാകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർത്തിയതും ഈ ഫണ്ട് മുഖ്യത് സംബന്ധിച്ച് തന്നെയാണ്. കേൾക്കാം ആ വാക്കുകൾ. നാട് കണ്ട ഏറ്റവും വലിയ സമീപകാല ദുരന്തമായിരുന്നു വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം. അതിനെ ഒരു അവസരമായി, പണപ്പിരിവിനുള്ള അവസരമായിട്ടാണ് കോൺഗ്രസ് മാറ്റിയത്. പോഷക സംഘടനകൾ ദുരന്തങ്ങളെ പണപ്പിരിവിനുള്ള അവസരമാക്കി മാറ്റുന്നത് മനുഷ്യർക്ക് ചേർന്ന ഒരു കാര്യമല്ല. ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവരുടെ ചതഞ്ഞറിഞ്ഞ ഛിന്നഭിന്നമായ മൃതദേഹങ്ങൾ വെച്ചാണ് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചത്. ആ പണം സംബന്ധിച്ച്, അത് ചെലവഴിച്ചത് സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ ഇതിനോടകം വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളോട് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത് തൻ്റെയും KPCC പ്രസിഡന്റിൻ്റെയും പേരിലുള്ള ജോയിന്റ് അക്കൗണ്ടിൽ പണം ഉണ്ട് എന്നാണ്. അദ്ദേഹം പതിവായി പറയുന്ന മറ്റു നുണകൾ പോലെ ഇതും സത്യത്തിൻ്റെ കണികയില്ലാത്ത പ്രസ്താവനയാണ് എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഏത് അക്കൗണ്ടിലാണ് പണം നിക്ഷേപിച്ചത്, എത്ര പണം പിരിച്ചു, ഇത് ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട്. ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചതാണ്, അതും ഒരു ദുരന്തത്തിന്റെ മുഖത്ത്. എത്ര തുക പിരിച്ചു, ആ പണം എവിടെ? ജോയിന്റ് അക്കൗണ്ടിൽ എന്ന് പറഞ്ഞത് കളവാണ് എന്ന് വ്യക്തമായി. തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയോടൊപ്പമുള്ള സത്യവാങ്മൂലത്തിൽ അങ്ങനെ ഒന്നും ഇല്ല. അപ്പോൾ അത് കളവാണ് എന്ന് വ്യക്തമായി. ഏത് അക്കൗണ്ടിലാണ് പണം, എത്രയാണ് പണം? വീടൊന്നും വെക്കാൻ പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ അതിനെക്കുറിച്ച് ഈ ഘട്ടത്തിൽ ഒന്നും പറയുന്നില്ല. പക്ഷേ നാട് കണ്ട മഹാദുരന്തത്തിന്റെ മുന്നിൽ മൃതശരീരം കാണിച്ച് ജനങ്ങളിൽ നിന്ന് പിരിച്ച പണം അങ്ങനെ മോഷ്ടിക്കുന്നത് നാടിന് നാണക്കേടാണ്. അതിന്റെ കണക്ക് പറയണം. എത്ര പണം കിട്ടി, ഏത് അക്കൗണ്ടിൽ, പറഞ്ഞത് കളവ് എന്ന് വ്യക്തമായിട്ടുണ്ട്. അതിന് മറുപടി കോൺഗ്രസ് നേതൃത്വം പറയണം.